നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ, ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറി എം.എ. യൂസഫ് അലി. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന് കൈത്താങ്ങുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 കോടി രൂപ എം.എ. യൂസഫ് അലി കൈമാറി. ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കൈ, ചൂരൽമല മേഖലയിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായാണ് സഹായം. യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യ ഡയറക്ടർ ആൻഡ് സിഇഒ എം.എ. നിഷാദ്, ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷഡാനന്ദൻ എന്നിവർ ചേർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് തുക കൈമാറിയത്. കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ട അടൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. ബൈക്ക് യാത്രികരായ അടൂർ ചാവടിയിൽ ടോംസി വർഗീസ്, വാഴമുട്ടം മടത്തിൽ തെക്കേതിൽ രാജീവിന്റെ മകൻ ജിത്തുരാജ് എന്നിവരാണ് മരിച്ചത്. അടൂർ ബൈപ്പാസിൽ ഇന്ന് രാത്രി 7 മണിയോടെയാണ് അപകടമുണ്ടായത്. എറണാകുളം ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും അടൂർ നെല്ലിമൂട്ടിൽപ്പടി ഭാഗത്തു നിന്നും കരുവാറ്റ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാർ യാത്രികയായ തിരുവനന്തപുരം സ്വദേശിക്ക് പരിക്കേറ്റു. മുക്കത്ത് ബൈക്ക് യാത്രികനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം, യുവാക്കൾ പിടിയിൽ. ബൈക്കിൽ കാർ തട്ടിയത് ചോദ്യം ചെയ്ത യുവാവിനെ ഇടിച്ചിട്ട കാർ യാത്രികർ പിടിയിൽ. കോഴിക്കോട് മുക്കം അഭിലാഷ് ജംഗ്ഷനിലാണ് കഴിഞ്ഞ ദിവസം സംഭവമുണ്ടായത്. സംഭവത്തിൽ കാറിൽ യാത്ര ചെയ്തിരുന്ന ഇങ്ങാപ്പുഴ സ്വദേശികളായ ഷാമിൽ, ജംഷീർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പരിക്കേറ്റ ബൈക്ക് യാത്രികൻ കാരശ്ശേരി ചേനാട് സ്വദേശി ഇബ്നു ഫിൻഷാദ് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈങ്ങാപ്പുഴ സ്വദേശി ഷാമിൽ സുഹൃത്തായ ജംഷീറിനെ കാണാൻ മുക്കത്തെത്തിയതായിരുന്നു. അഭിലാഷ് ജംഗ്ഷനിൽ വെച്ച് കാർ യു-ടേൺ എടുക്കുന്നതിനിടെ ഇബ്നു ബിൻഷാദിന്റെ സ്കൂട്ടറിൽ ഇടിക്കുകയും തുടർന്ന് വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. തർക്കത്തിനിടയിൽ ജംഷീർ തന്നെ മർദ്ദിക്കുകയും ഷാമിൽ കാർ മുന്നോട്ടെടുത്ത് ഇടിപ്പിക്കുകയുമായിരുന്നുവെന്ന് ഇബ്നു പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. നിയന്ത്രണം വിട്ട കാർ റബ്ബർ പുരയിടത്തിൽ ഇടിച്ചു നിന്നു. ഡ്രൈവർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട മാരുതി കാർ റബ്ബർ പുരയിടത്തിൽ തലകീഴായി മറിഞ്ഞ് ഇടിച്ചു നിന്നു. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. വെള്ളറട കാരമൂട് വളവിൽ വെച്ചായിരുന്നു അപകടം. കാർ നിയന്ത്രണം തെറ്റി 30 അടി താഴ്ചയിൽ റബ്ബർ പുരയിടത്തിലേക്ക് പതിക്കുകയായിരുന്നു. തലകീഴായി മറിഞ്ഞ കാർ റബ്ബർ മരത്തിൽ ഇടിച്ചു നിന്നതിനാൽ ദുരന്തം ഒഴിവായി. കാർ ഓടിച്ചിരുന്ന രാജേഷിന് പരിക്കേറ്റു. കാർ പിന്നോട്ടെടുക്കുമ്പോൾ നിയന്ത്രണം വിട്ട് റബ്ബർ പുരയിടത്തിലേക്ക് പതിക്കുകയായിരുന്നുവെന്ന് രാജേഷ് പറഞ്ഞു. കായംകുളത്ത് നാളെ ഹർത്താലെന്ന് ജനകീയ സമരസമിതി. ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന് വ്യാപാരികൾ. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ച് സമരസമിതി പ്രക്ഷോഭരംഗത്താണ്. ഇന്ന് ദേശീയപാത നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികളെ സമരസമിതി തടഞ്ഞു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതേ തുടർന്ന് പ്രതിഷേധവുമായി സമരസമിതി രംഗത്തെത്തുകയും അറസ്റ്റിൽ പ്രതിഷേധിച്ച് നാളെ ഹർത്താൽ പ്രഖ്യാപിക്കുകയുമായിരുന്നു. എന്നാൽ അറസ്റ്റിൽ പ്രതിഷേധമുണ്ടെന്നും ഹർത്താലിനോട് സഹകരിക്കുന്നില്ലെന്നും വിവിധ സംഘടനകൾ വ്യക്തമാക്കി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന് വ്യക്തമാക്കി.